നമസ്കാരം. ഇന്ന് നമ്മൾ കേരള PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ആ രണ്ടാം പേപ്പറിലെ അതിനെക്കുറിച്ച് ചിലർക്കെങ്കിലും ഒരു ടെൻഷൻ കാണും, അല്ലേ? ആ തീർച്ചയായും. ഈ ഭരണതത്വങ്ങൾ, പിന്നെ മാനേജ്മെന്റ്, ഭരണഘടന ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്നൊരു ചിന്ത സാധാരണമാണ്. അതെ അതെ. അപ്പോ ഇന്ന് നമ്മൾ അതുപോലൊരു സാഹചര്യമാണ് നോക്കുന്നത്. പ്രിലിംസ് കഴിഞ്ഞിരിക്കുന്ന രണ്ടുപേര്, ആകാശും ദിയയും, സംസാരിക്കുന്ന ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കും ചില ഐഡിയകൾ കിട്ടിയേക്കും. ശരിയാണ്. ഈ സംഭാഷണത്തിൽ ദിയയുടെ പ്രധാന ആശങ്ക ഈ പേപ്പർ 2 തന്നെയാണ്. കാരണം അത് കുറച്ച് തിയറി കൂടുതലുള്ള ഭാഗമാണല്ലോ. സാധാരണ PSC രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അതെ. അപ്പൊ ഈ പുതിയ വിഷയങ്ങൾ, ഈ ഭരണതത്വങ്ങളും മാനേജ്മെന്റ് തത്വങ്ങളുമൊക്കെ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് ദിയയുടെ പ്രശ്നം. ശരിയാണ്. ഒരു കൃത്യമായ പഠനരീതിയോ അല്ലെങ്കിൽ നല്ലൊരു മെറ്റീരിയലോ ഇല്ലെങ്കിൽ ഈ ഭാഗം ശരിക്കും ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് സംഭാഷണത്തിൽ ആകാശ് താൻ ഉപയോഗിക്കുന്ന ഒരു പഠന സഹായിയെക്കുറിച്ച് പറയുന്നത്. അത് ശ്രദ്ധേയമാണ്. ആകാശ പറയുന്നുണ്ട് തനിക്ക് ഈ പേപ്പർ 2നെ കുറിച്ച് വലിയ പേടിയൊന്നുമില്ലാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ കയ്യിലൊരു പ്രത്യേക നോട്ട്സ് ഉണ്ടത്രേ. ഓ, അതെന്താണ് സംഭവം? അതൊരു കോച്ചിംഗ് സെന്ററിൽ നിന്നുള്ളതല്ല. അതാണ് രസം. ലേണേഴ്സ് IAS എന്നൊരു പ്ലാറ്റ്ഫോം. അവരുടെ മലയാളത്തിലുള്ള നോട്ട്സ് ആണെന്നാണ് ആകാശ പറയുന്നത്. മലയാളത്തിലുള്ള നോട്ടുകളോ? അത് കൊള്ളാം. കാരണം ഈ വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിക്കാൻ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ഈ സങ്കീർണമായ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ഭാഷയിൽ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യക്തതയുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതെ അതെ. ആകാശ് ആ നോട്ട്സിന്റെ ഘടനയെക്കുറിച്ചും പറയുന്നുണ്ട്. വെറുതെ വാരിവലിച്ചെഴുതിയതല്ല. സിലബസിലെ പ്രധാന വിഷയങ്ങൾ, അതായത് ഭരണതത്വങ്ങൾ, മാനേജ്മെന്റ് തത്വങ്ങൾ, ഭരണഘടനാ ഘടന, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, പിന്നെ കേരള എക്കോണമി, പരിസ്ഥിതി, ദുരന്ത നിവാരണം, ഗവേണൻസ്, ഇതൊക്കെ കൃത്യമായിട്ട് അതിൽ വരുന്നുണ്ട്. അതും ഓരോ വിഷയവും പ്രധാന പോയിന്റുകളായിട്ട് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പോയിന്റുകളായിട്ട് അത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും അല്ലേ, വെറുതെ പാരഗ്രാഫ് വായിച്ചു പോകുന്നതിനേക്കാളും? തീർച്ചയായും. സ്വയം പഠിക്കുന്നവർക്ക് അത് വലിയ സഹായമാവും. ഈ മാനേജ്മെന്റ് തത്വങ്ങളിലെ ഓരോ പോയിന്റും അങ്ങനെ പഠിക്കാൻ പറ്റിയാൽ നല്ലതല്ലേ? ശരിയാണ്. ആ വ്യക്തതയും ഘടനയുമാണ് ആ നോട്ട്സിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് ആകാശ് പറയുന്നുണ്ട്, അല്ലേ? അതെ അതെ. അതുമാത്രമല്ല, ഇതൊരു മൊബൈൽ ആപ്പ് വഴിയും കിട്ടുമത്രേ. ലേണേഴ്സ് IASന്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഓ, അപ്പൊ പിന്നെ എവിടെയിരുന്നും പഠിക്കാമല്ലോ. അത് സൗകര്യമായി. അതെ, ഇന്നത്തെ കാലത്ത് അതും പ്രധാനമാണല്ലോ. ശരിക്കും ദിയയുടെ ആ ടെൻഷൻ കുറയ്ക്കാൻ ആകാശിന്റെ ഈ നിർദ്ദേശം നല്ല പോലെ സഹായിച്ചിട്ടുണ്ട് എന്ന് ആ സംഭാഷണം കേട്ടാൽ മനസ്സിലാകും. ഒരുപക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലുള്ളൊരു വഴിതിരിവ് ആവശ്യമുണ്ടായിരിക്കാം. നല്ലൊരു റെഫറൻസ് മെറ്റീരിയൽ കിട്ടിയാൽ തന്നെ പകുതി ആശ്വാസമാകും. അത് ശരിയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇതുപോലുള്ള ചിട്ടപ്പെടുത്തിയ നോട്ടുകൾ നല്ലതാണ്, സഹായകമാണ്. പക്ഷേ അത് മാത്രം ആശ്രയിക്കുന്നത് അത്ര നല്ല ശീലമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. ശരിയാണ്. ബേസ് ഉണ്ടാക്കാൻ ഇത് നല്ലതാണ്. അതെ. വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ചിലപ്പോൾ റെഫറൻസ് പുസ്തകങ്ങളോ മറ്റാർട്ടിക്കിളുകളോ ഒക്കെ നോക്കേണ്ടി വരും. പഴയ ചോദ്യപേപ്പറുകളും പ്രധാനമാണ്. സ്വന്തമായ നോട്ട്സ് ഉണ്ടാക്കുന്നതും നല്ലതാണ്. തീർച്ചയായും. ഇതൊരു അടിത്തറയായി കാണാം, അല്ലേ? അതെ, ഒരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോ ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ PSC മെയിൻസിലെ പേപ്പർ 2 പോലുള്ള ഭാഗങ്ങൾ പഠിക്കാൻ ചിട്ടപ്പെടുത്തിയ വ്യക്തതയുള്ള നമ്മുടെ സ്വന്തം ഭാഷയിലുള്ള പഠന സാമഗ്രികൾക്ക് ഒരു സാധ്യതയുണ്ട് എന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് ആകാശ പറഞ്ഞ ലേണേഴ്സ് IASന്റെ നോട്ട്സ്. ശരിക്കും ഈ ഡിജിറ്റൽ കാലത്ത് പ്രാദേശിക ഭാഷകളിൽ ഇതുപോലെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വരുന്നത് കൂടുതൽ പേരിലേക്ക് അറിവെത്താൻ സഹായിക്കും. അതൊരു നല്ല കാര്യം തന്നെയാണ്. പോയിന്റുകളായി കൊടുക്കുന്നത്, ആപ്പ് വഴി കിട്ടുന്നത്, ഇതൊക്കെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. അതെ. അപ്പോ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ആലോചിക്കാൻ ഒരു ചോദ്യം തന്നുകൊണ്ട് നിർത്താം. ഇതുപോലുള്ള റെഡിമെയ്ഡ് നല്ല ഓർഗനൈസ്ഡ് ആയ പഠന സാമഗ്രികൾ കിട്ടുമ്പോൾ അത് നിങ്ങളുടെ പഠനരീതിയെ എങ്ങനെയാണ് മാറ്റുന്നത്?